നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുകയാണ്. foodplusindia.com എന്ന വെബ്സൈറ്റിലൂടെ ധാരാളം ആരോഗ്യദായകമായ ജെനുവിൻ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സിസ്റ്റം ടു ഈറ്റ് ഈസ് എ നെസസിറ്റി ബട്ട് ടു ഈറ്റ് ഇന്റലിജൻസ് ഈസ് ആൻ ആർട്ട് എന്നൊരു ആപ്തവാക്യത്തെ മുൻനിർത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്, പക്ഷേ ബുദ്ധിപരമായി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു കലയാണ്. ആ കല ഒരുപാട് ഒരുപാട് നേട്ടങ്ങളും കോട്ടങ്ങളും നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. തീർച്ചയായും ബുദ്ധിപരമായി ഭക്ഷണം കഴിക്കുന്ന ആളുകളായി നമ്മൾ എല്ലാവരും മാറണം. കാരണം ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ആ ഒരു സാഹചര്യം ആവശ്യമാണ്. ഫുഡ് പ്ലസ് ഇന്ത്യയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എംപ്രോ ഗോൾഡ് എന്ന ഒരു മാസ്റ്റർ പീസ് പ്രോഡക്റ്റ്, ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലേസ്, അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, ധാരാളം പ്രൊഡക്റ്റുകൾ, റൈസ് ആൻഡ് റൈസ് ഫ്ലോർസ്, മില്ലറ്റ് ഫ്ലോർ, സ്നാക്സ്, റെഡി ടു ഈറ്റ്, മില്ലറ്റ്, ഹെൽത്ത് കെയർ, ഗ്രോസറി, സ്പൈസസ്, കോക്കനട്ട് ഓയിൽ, മെജോ ഫിഡർ ഫ്ലേക്സ്, ഇങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഒപ്പം ഇതിന്റെ വിപണനത്തിന് വേണ്ടിയുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും നമുക്ക് ലഭിക്കും. ഏതായാലും ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും മാർക്കറ്റ് പ്ലേസും എല്ലാം നമുക്ക് വളരെ അത്യാവശ്യമായ സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. അതിൽ മാർക്കറ്റ് പ്ലേസ് എന്ന ആ മേഖല, അതിന്റെ ചില സാധ്യതകൾ, അത് നമുക്കായി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പുതിയ ആശയമാണ്. ഇതൊരു മാർക്കറ്റിൽ ഇത്തരം ഒരു ആശയത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻ ഒരിടത്തും നമ്മൾ അധികം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആശയം എന്താണ്, ഇതിന്റെ ഒരു ഫ്ലോ എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. എംപ്രോ ഗോൾഡ് എന്നൊരു പ്രൊഡക്റ്റ് ആണ് അതിനുവേണ്ടി സിസ്റ്റം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതൊരു മോഡേൺ ലൈഫിന് ആവശ്യമായ ഒരു ആക്റ്റീവ് ന്യൂട്രീഷൻ പാക്കേജ് ആണ്. നമുക്ക് മില്ലറ്റുകളും അതുപോലെ തന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ധാരാളം ഫൈബർ കണ്ടന്റ് ഉള്ള ഒരു ബോഡിക്ക് ആവശ്യമായ ഒരു ഫ്യൂവൽ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു ഫ്യൂവൽ. നമ്മുടെ ശരീരത്തിന് ഈ ഫ്യൂവൽ എന്താണ് ആവശ്യമായിട്ട് വരുന്നത്? നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ മിനറൽസും വൈറ്റമിൻസും പ്രോട്ടീൻസും അമിനോ ആസിഡ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം. അതിന് പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഭക്ഷണമാണ് എംപ്രോ ഗോൾഡ് എന്ന ആ ഒരു പാക്കേജ്. അതിന്റെ ഒരു മാർക്കറ്റ് പ്ലേസ്, അത് തയ്യാറാക്കുമ്പോൾ അതിന്റെ ഫ്ലോ എന്താണ്, എങ്ങനെയാണ് മാർക്കറ്റ് പ്ലേസിന്റെ ആക്ടിവിറ്റി നടക്കുന്നത്, അത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാർക്കറ്റ് പ്ലേസിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ധാരാളം ബെനിഫിറ്റുകൾ ഇവിടുന്ന് മാത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന്, മാർക്കറ്റ് പ്ലേസിലെ ആക്ടിവിറ്റിയിലൂടെ, ട്രേഡിംഗ് ആക്ടിവിറ്റിയിലൂടെ നമുക്കൊരു 10% പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. നമുക്ക് വളരെ കൂടുതൽ ട്രേഡിംഗ് വോളിയം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ, വളരെയധികം ട്രേഡേഴ്സിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ 10 ലെവലിൽ നിന്നും ട്രേഡിംഗ് വോളിയം ഇൻകം നമുക്ക് ലഭിക്കുന്നുണ്ടാകും. നമുക്കൊരു മന്ത്ലി സാലറി ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. എല്ലാ മാസവും 5-ാം തീയതി നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന രൂപത്തിൽ ആ സാലറി നമുക്ക് ഏൺ ചെയ്യാം. ചില ടാർഗറ്റുകളുണ്ട്, ആ ടാർഗറ്റിലൂടെ മാത്രമേ അത് അച്ചീവ് ചെയ്യാൻ സാധിക്കൂ. പീരിയോഡിക്കൽ ഗിഫ്റ്റുകളുണ്ട്, ആ ഗിഫ്റ്റുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറാണ് ഗിഫ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. സോ സിസ്റ്റത്തിന്റെ ഒരു ഫ്ലോ മനസ്സിലായാലാണ് ഇതെല്ലാം നമുക്ക് സ്വന്തമാക്കി എടുക്കാൻ സാധിക്കും. നമുക്ക് അറിയില്ലാത്ത, പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാത്ത ഒരു മേഖലയിലൂടെ നമുക്ക് പോകാൻ സാധിക്കില്ല. സോ കൃത്യമായിട്ട് എങ്ങനെയാണ് ഇതിന്റെ ഫ്ലോ എന്ന് മനസ്സിലായാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ നേട്ടങ്ങളെല്ലാം നമുക്ക് സ്വന്തമാക്കി എടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആദ്യം ചെയ്യേണ്ട പണി ഒരു മാസ് ലിമിറ്റ് എടുക്കുക എന്നുള്ളതാണ്. മാർക്കറ്റ് പ്ലേസ് ആക്സസ് സ്ലോട്ട്, അതിന്റെ ലിമിറ്റ് എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ആ ലിമിറ്റ് എടുക്കുന്ന സമയത്ത് 5600 രൂപ എന്ന ലിമിറ്റ് നമുക്ക് ലഭിക്കും. ഈ ലിമിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴെന്നറിയോ? നമ്മൾ ഓരോ പ്രോഫിറ്റ് എടുക്കുമ്പോഴും ഓരോ ലെവൽ ബോണസും നമ്മൾ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമുക്ക് വരുമാനം കിട്ടി നമ്മൾ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലിമിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ലിമിറ്റ് എപ്പോൾ തീരുന്നോ ആ സമയത്ത് നമ്മൾ വീണ്ടും റീബൈ ചെയ്ത് ഈ ലിമിറ്റ് എടുക്കണം. ലിമിറ്റ് കിട്ടാൻ ഒരു 1400 രൂപയാണ് നമ്മൾ ഓരോ പ്രാവശ്യം പേ ചെയ്യേണ്ടത്. സോ 1400 രൂപ കൊടുക്കുമ്പോൾ 5600 രൂപയുടെ ലിമിറ്റ് നമുക്ക് ലഭിക്കുന്നു. ഇവിടെ 1400 രൂപയുടെ ഒരു ഇൻപുട്ട് സിസ്റ്റത്തിൽ വന്നാൽ സിസ്റ്റം മാർക്കറ്റ് പ്ലേസിലുള്ള ആദ്യത്തെ 3 യൂണിറ്റുകൾ ഓട്ടോമാറ്റിക്കലി ബൈ ചെയ്യും. അതായത് ആ യൂണിറ്റുകൾ സെല്ല് ചെയ്യാനുള്ള സാധ്യത കൂടിയെന്നർത്ഥം. ഈ ഒരു പ്രോസസ്സ് മാർക്കറ്റ് പ്ലേസിൽ സെല്ലിംഗ് പവർ കൂട്ടും. വളരെ ഈസി ആയിട്ട് സെല്ല് ചെയ്യുന്ന പ്രോസസ്സ് ഇവിടെ സംഭവിക്കുന്നുണ്ടാകും. സോ ഓരോ സിസ്റ്റത്തിന്റെ ഓരോ മൂവ്മെന്റും ഇവിടെ മാർക്കറ്റ് പ്ലേസിന്റെ സെല്ലിംഗ് പവർ കൂട്ടുന്ന രൂപത്തിലാണ് സിസ്റ്റം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ലിമിറ്റ് കിട്ടിയ ഒരാൾക്ക് എത്ര യൂണിറ്റ് വാങ്ങാം?
അത് അയാളുടെ ഇഷ്ടമാണ്. ദ ട്രേഡർ ക്യാൻ ബൈ അൺലിമിറ്റഡ് യൂണിറ്റ്സ് ഓഫ് എംബ്രോ ഗോൾഡ്. എത്ര വേണം വാങ്ങാം ട്രേഡിങ്ങിന് വേണ്ടി. മിനിമം ക്വാണ്ടിറ്റി 2 യൂണിറ്റ് ആണ്. 2 യൂണിറ്റ് എങ്കിലും വാങ്ങുന്നവർക്ക് മാത്രമേ ഈ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റി ശരിക്കും എൻജോയ് ചെയ്യാൻ സാധിക്കൂ. മറ്റുള്ളവരുടെ ട്രേഡിലേക്ക് കൊടുക്കണമെങ്കിലും ഈ 2 യൂണിറ്റ് എങ്കിലും നമ്മൾ മിനിമം വാങ്ങണം. ഓരോ യൂണിറ്റ് എന്ന് പറയുന്നത് 700 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് ആണ്. അതിന് 700 രൂപയാണ് വിലയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇട്ടിരിക്കുന്ന പ്രൈസും തൂക്കവുമാണ്. സോ ഒരു പാക്കറ്റ് ഒരു യൂണിറ്റ് ആണ്. അത് 700 രൂപ വില കൊടുത്ത് നമ്മൾ വാങ്ങുന്നു. അപ്പൊ എത്ര യൂണിറ്റ് നമുക്ക് വാങ്ങണം? 10 എണ്ണം വാങ്ങണമോ, 100 എണ്ണം വാങ്ങണമോ, 1000 എണ്ണം വാങ്ങണമോ? നമുക്ക് തീരുമാനിക്കാം. മിനിമം 2 എണ്ണമെങ്കിലും നമ്മൾ വാങ്ങിയിട്ടുണ്ടാകണം. എങ്കിൽ ഈ ട്രേഡിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റിയും എല്ലാ ഇൻകവും നമുക്ക് ഏൺ ചെയ്തെടുക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കും. ഇവിടെ സിസ്റ്റത്തിന്റെ എംബ്രോ ഗോൾഡ് യൂണിറ്റുകൾ എന്ന് പറയുന്നത് 700 ഗ്രാമിന്റെ പാക്കറ്റുകളാണ്. അതിന്റെ ഒരു സ്റ്റോക്കാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ സ്റ്റോക്ക് പൂർണ്ണമായും ആരാണോ വാങ്ങിയിട്ടിരിക്കുന്നത് അയാൾക്ക് നിക്ഷിപ്തമായിരിക്കും. ഒരുപക്ഷെ ആദ്യത്തെ ഒരു 10 എണ്ണം അത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരു 5 പേരുടെ യൂണിറ്റ് ആയിരിക്കാം. പിന്നീടുള്ള ഒരു 3 എണ്ണം വേറെ ആളുടെ യൂണിറ്റ് ആയിരിക്കാം. അങ്ങനെ പല രൂപത്തിലായിരിക്കും, പല ആളുകളുടെ പേരിലായിരിക്കും ഈ യൂണിറ്റ് കിടക്കുന്നത്. സിസ്റ്റം ഏറ്റവും ആദ്യത്തെ യൂണിറ്റ്, അടുത്ത യൂണിറ്റ്, അടുത്ത യൂണിറ്റ്, അടുത്ത യൂണിറ്റ് എന്ന രൂപത്തിലാണ് ഓരോ സെല്ലിംഗ് പോയിന്റും നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ സെല്ലിംഗ് പോയിന്റ് എവിടെ നിന്നൊക്കെയാണ്? ഒരു ബയർ വരുമ്പോഴാണല്ലോ സെല്ലിംഗ് ഉണ്ടാകുക. സോ ബയർ പോയിന്റ് എവിടെയാണ്? അത് നമ്മൾ എന്തെങ്കിലും ചെയ്യണമോ? ഇപ്പൊ ഞാൻ 10 യൂണിറ്റ് വാങ്ങിയിട്ടു. എനിക്ക് എന്ത് റോളാണ് അത് വിറ്റഴിക്കാൻ വേണ്ടി വരുന്നത്? ഏതൊക്കെ തരത്തിൽ അത് വിറ്റ് പോകാനുള്ള സാധ്യത എന്റെ മുമ്പിലുണ്ട്? ഇത് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് യൂണിറ്റ് വാങ്ങിയിടാൻ പറ്റണോ വേണ്ടയോ നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. സോ ആദ്യത്തെ യൂണിറ്റ് 700 ഗ്രാമിന്റെ യൂണിറ്റ് അത് ഏതൊക്കെ തരത്തിൽ വാങ്ങപ്പെടാം? ഒന്ന്, സിസ്റ്റത്തിന്റെ ഷോറൂമിൽ നടക്കുന്ന കൗണ്ടർ സെയിൽസ്, റീപർച്ചേസസ്, അതെല്ലാം ഇവിടുത്തെ യൂണിറ്റ് ആയിട്ട് ഇങ്ങനെ സെല്ലായിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ 10 പേര് ഇന്ന് വാങ്ങാൻ വന്നു, അല്ലെങ്കിൽ 100 പേര് വാങ്ങാൻ വന്നു, അല്ലെങ്കിൽ 1000 പേര് വാങ്ങാൻ വന്നു. ഈ 1000 യൂണിറ്റും ഈ മാർക്കറ്റ് പ്ലേസിലെ ഓരോ യൂണിറ്റ് ആയിട്ട് സെല്ലായി പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ആ യൂണിറ്റ് ആരുടെയാണോ അവർക്ക് അതിന്റെ പേയ്മെന്റ് കിട്ടും. ഇനി ഈ സിസ്റ്റത്തിന് കുറച്ച് ഫ്രാഞ്ചൈസികളുണ്ട്. അവർ അവരുടെ സ്റ്റോക്ക് തീരുമ്പോൾ എല്ലാം ഹെഡ് ഓഫീസിൽ നിന്ന് വീണ്ടും പർച്ചേസ് ചെയ്യും. അങ്ങനെ ഒരു 1000 യൂണിറ്റ് പർച്ചേസ് ചെയ്യപ്പെട്ടാൽ ഈ 1000 യൂണിറ്റ് ഈ മാർക്കറ്റ് പ്ലേസിൽ സെല്ല് ചെയ്തായിട്ട് കണക്കാക്കും. ആമസോണിൽ ഈ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആമസോൺ വഴി ആരെങ്കിലും സെർച്ച് ചെയ്ത് ഓർഡർ കൊടുത്തു, 1000 ആമസോൺ സെയിൽസ് വന്നു. ഈ 1000 സെയിൽസും ഈ മാർക്കറ്റ് പ്ലേസിന്റെ യൂണിറ്റ് സെല്ല് ചെയ്യുന്നതായിട്ട് നോട്ട് ചെയ്യപ്പെടും. ഒരാൾ ട്രേഡറായിട്ട് കടന്നു വരുന്നു, അദ്ദേഹം ഒരു മാസ് ബൈ നടത്തും. ആ മാസ് ബൈ നടത്തുമ്പോൾ 3 യൂണിറ്റുകൾ അവിടെ ഓട്ടോമാറ്റിക് സെല്ല് ചെയ്യപ്പെടും. ഇനി ട്രേഡേഴ്സ്, ആ മാസ് ലിമിറ്റ് വാങ്ങിയ ഒരാൾ ട്രേഡറായിട്ട് വരികയാണ്. അദ്ദേഹം ഒരു 100 യൂണിറ്റ് വാങ്ങാൻ തയ്യാറായി. ആ 100 യൂണിറ്റുകളും ഇതിൽ നിന്ന് ബൈ ചെയ്ത് പോകുന്നുണ്ടാകും. സോ യൂണിറ്റ് സെല്ല് ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ പവർ എന്താണ്? ഈ അൽഗോരിതത്തിന്റെ പവർ എന്താണ്? നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഇപ്പൊ കൗണ്ടർ സെയിൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ യൂണിറ്റ്, ഒരു കൗണ്ടർ സെയിൽ വന്നാൽ അപ്പൊ തന്നെ ആദ്യത്തെ യൂണിറ്റ് സെല്ലായി. അടുത്ത കൗണ്ടർ സെയിൽ വന്നാലോ അടുത്ത യൂണിറ്റ് സെല്ലായി. ആ സെല്ല് ചെയ്താൽ എന്റെ അർത്ഥം ആ യൂണിറ്റ് ആര് വാങ്ങിയിട്ടതാണോ അവർക്ക് പേയ്മെന്റ് കിട്ടി. കണ്ടോ കൗണ്ടർ സെയിൽ? അപ്പൊ കൗണ്ടർ സെയിലിലേക്ക് ഒരാൾ കടന്നു വരുന്നു, അദ്ദേഹം ഒരു പ്രൊഡക്റ്റ് അവിടെ കൊടുക്കുന്നു, പേയ്മെന്റ് കൊടുക്കുന്നു, ബില്ല് ചെയ്യുന്നു, പ്രൊഡക്റ്റ് എടുത്തിട്ട് അവർ പോകുന്നു. പക്ഷെ സിസ്റ്റം മാർക്കറ്റ് പ്ലേസിൽ ആ 2 യൂണിറ്റുകൾ സെല്ല് ചെയ്തതായിട്ട് കണക്കാക്കുന്നു. അപ്പൊ ആ 2 യൂണിറ്റ് ആരുടെയാണോ അവർക്ക് അതിന്റെ പേയ്മെന്റ് കിട്ടുന്നു. ഇനി ഫ്രാഞ്ചൈസി പർച്ചേസ് നടക്കുന്നു. ഇപ്പൊ ഫ്രാഞ്ചൈസി വന്നിട്ട് ഒരു 10 യൂണിറ്റ് വാങ്ങുകയാണ്. അപ്പോൾ ആ മാർക്കറ്റ് പ്ലേസിലുള്ള ആദ്യത്തെ 10 യൂണിറ്റുകൾ അവിടെ സെല്ല് ചെയ്യപ്പെടും. അപ്പൊ ഈ 10 യൂണിറ്റ് ആരുടെയാണ്? അവർക്ക് അതിന്റെ പേയ്മെന്റ് കിട്ടി. നോക്കൂ, ഇവിടെ യൂണിറ്റ് വാങ്ങിയിട്ട് ആൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഫ്രാഞ്ചൈസി ഹെഡ് ഓഫീസിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നത് അവരുടെ ഫ്രാഞ്ചൈസിയിലെ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അവർക്ക് അതിന് ടേൺ ഓവർ ബെനിഫിറ്റ് എല്ലാം അവിടെ വരുന്നുണ്ട്. പക്ഷെ യൂണിറ്റ് വാങ്ങിയിട്ട സുഹൃത്തുക്കൾക്ക് അത് യൂണിറ്റ് വിറ്റ് പോകുമ്പോൾ ലാഭം ലഭിക്കും. നോക്കൂ, വീണ്ടും ആമസോൺ സെയിൽസ് വരികയാണ്. 2 പ്രൊഡക്റ്റ് ആരോ സെർച്ച് ചെയ്തു, ആമസോണിൽ ഓർഡർ പ്ലേസ് ചെയ്തു. ഓർഡർ കമ്പനിയിൽ വന്നാൽ അത് അവിടെ നിന്ന് പാക്ക് ചെയ്ത് കൊറിയർ അയച്ചു കൊടുത്തോളും. പക്ഷേ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് 2 യൂണിറ്റ് സെല്ല് ചെയ്തായിട്ട് അവിടെ കണക്കാക്കും. വീണ്ടും മാസ് ലിമിറ്റ് ബൈ നടക്കുന്നു. ഒരാൾ ട്രേഡറായിട്ട് കടന്നു വരുമ്പോൾ 1400 രൂപ കൊടുക്കുന്നു. അപ്പൊ തന്നെ 3 യൂണിറ്റുകൾ, ആദ്യത്തെ 3 യൂണിറ്റുകൾ ഓട്ടോമാറ്റിക് സെല്ലായി. അപ്പോൾ ആ 3 യൂണിറ്റ് ഓണേഴ്സിന് അതിന്റെ പേയ്മെന്റ് കിട്ടി. അപ്പോൾ സിസ്റ്റത്തിൽ മൂവ്മെന്റ് ഏതൊക്കെ തരത്തിൽ നടന്നാലും ഇനി ഒരു ട്രേഡർ കടന്നു വരുന്നു. ആ ട്രേഡർ കടന്നു വരുമ്പോൾ ആ ട്രേഡർ ഒരു യൂണിറ്റ് വാങ്ങുന്നു. ഒരു യൂണിറ്റ് വാങ്ങുമ്പോൾ തന്നെ ആ യൂണിറ്റ് അവിടെ സെല്ല് ചെയ്തായിട്ട് കണക്കാക്കും. പകരം 2 പുതിയ യൂണിറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഇത്രയും നേരം ഞാൻ സംസാരിച്ചപ്പോ പുതിയ യൂണിറ്റ് ഒന്നും ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല.
നിലവിലുള്ള യൂണിറ്റുകൾ തീർന്നു പോകുന്ന പ്രോസസ് ആയിരുന്നു. പക്ഷെ ട്രേഡർ കടന്നു വരുമ്പോൾ പുതിയ പുതിയ യൂണിറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അദ്ദേഹം വാങ്ങിയ യൂണിറ്റ് ഉണ്ടാകും, സിസ്റ്റം തരുന്ന ഒരു യൂണിറ്റ് ഉണ്ടാകും, കമ്പനി തരുന്ന ഒരു യൂണിറ്റ് ഉണ്ടാകും. അങ്ങനെ 2 യൂണിറ്റുകളാണ് ഒരു യൂണിറ്റ് വാങ്ങുമ്പോൾ സംഭവിക്കുക. ആ 2 യൂണിറ്റുകളും ക്യൂവിന്റെ മാർക്കറ്റ് പ്ലേസിലെ ഏറ്റവും അവസാനത്തെ 2 യൂണിറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യും. വീണ്ടും 2 യൂണിറ്റ് വന്നാലോ, ആ യൂണിറ്റ് അതിനുശേഷം പ്ലേസ് ചെയ്യും. അപ്പൊ യൂണിറ്റ് വരുന്നത് എവിടെ നിന്നാണ്? ആ മാർക്കറ്റ് പ്ലേസിലുള്ള ആദ്യത്തെ യൂണിറ്റ് വാങ്ങുമ്പോൾ മാത്രമേ ഇവിടെ യൂണിറ്റ് പ്ലേസ് ചെയ്യത്തുള്ളൂ. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലോജിക്ക് ഇതിന്റെ പുറകെ ഉണ്ടെന്ന് അർത്ഥം. ഇങ്ങനെ 2 യൂണിറ്റുകൾ സെല്ല് ചെയ്യപ്പെട്ടു. അപ്പോൾ സിസ്റ്റത്തിൽ എന്താണ് സംഭവിക്കണമെന്ന് ചോദിച്ചാൽ, ആ യൂണിറ്റിന്റെ പ്രൈസ് ആയ 700 രൂപ പ്ലസ് ഒരു 10% പ്രോഫിറ്റ്, 70 രൂപ ലാഭം, ഇത്രയും ഈ കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കും. അങ്ങനെ കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ 70 രൂപ ലാഭം അദ്ദേഹത്തിന് വിഡ്രോ ചെയ്തെടുക്കാം. 700 രൂപ ഉപയോഗിച്ച് അടുത്ത യൂണിറ്റ് അദ്ദേഹം വാങ്ങണം. സോ 2 യൂണിറ്റുകൾ വിറ്റഴിക്കപ്പെടുമ്പോൾ പുതിയൊരു യൂണിറ്റ് വാങ്ങാനുള്ള പൈസ കിട്ടിയെന്ന് അർത്ഥം. അങ്ങനെ ഒരു പുതിയ യൂണിറ്റ് ആ ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡർ വാങ്ങുമ്പോൾ അപ്പൊ തന്നെ സിസ്റ്റവും ഒരു യൂണിറ്റ് കൊടുത്ത് 2 യൂണിറ്റും കൂടി വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെടും. നോക്കൂ, സിസ്റ്റത്തിന് 2 യൂണിറ്റ് പോയി, സെയിം ടൈം 2 യൂണിറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. കണ്ടോ? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ബാലൻസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ അൽഗോരിതം സംതിങ് ഡിഫറെന്റ് ആണ്. വളരെ പവർ ഈ അൽഗോരിതത്തിനുണ്ട്. ഇപ്പൊ നമ്മള് ഷോപ്പിലെ സെയിൽസ് നോക്കി, കൗണ്ടർ സെയിൽ നോക്കി, ഫ്രാഞ്ചൈസി സെയിൽ നോക്കി, ആമസോൺ സെയിൽ നോക്കി, മാസ് ലിമിറ്റ് ബൈ നോക്കി, ഇതെല്ലാം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് നോർമലി നമ്മൾ ഷോപ്പ് എന്ന കൺസിഡറേഷൻ എടുത്താൽ ഒരു 1000 പേര് വന്ന് വാങ്ങി 1000 യൂണിറ്റേ സെല് ചെയ്യത്തുള്ളൂ, അതിൽ കൂടുതൽ യൂണിറ്റ് ഒന്നും ഇല്ല അല്ലേ? അതുപോലെ ഫ്രാഞ്ചൈസി ഒരു 1000 യൂണിറ്റ് വാങ്ങിയിട്ട് പോയി, 1000 യൂണിറ്റ് അവിടെ സെല്ലാവുന്നുള്ളൂ, അതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആമസോൺ ഒരു 1000 യൂണിറ്റ് വിറ്റ് പോയി, 1000 യൂണിറ്റ് അവിടെ പോയി, അതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. 1000 മാസ് ലിമിറ്റ് വന്നു. ഒരു മാസ് ലിമിറ്റ് എന്ന് വെച്ചാൽ 3 യൂണിറ്റ് സെല്ലാകുന്ന പ്രോസസ്സാണ്. അപ്പൊ 1000 മാസ് യൂണിറ്റ് എന്ന് വെച്ചാൽ 3000 യൂണിറ്റ് സെല്ലാവും. അപ്പൊ എത്രയായി? മൊത്തം 6000 യൂണിറ്റ് സെല്ലായി. നോർമലി നമ്മുടെ ചിന്താഗതിയിൽ ഈ 6000 യൂണിറ്റിൽ കൂടുതൽ സെല്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. പക്ഷെ ഈ 6000 യൂണിറ്റും സെല്ലായത് ആരുടെയാണ്? ഇപ്പൊ യൂണിറ്റ് വാങ്ങിയിട്ട ആൾക്കാരുടെയാണ്. 2 യൂണിറ്റ് സെല്ലാകുമ്പോൾ 1 യൂണിറ്റ് വാങ്ങാനുള്ള പണം അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 6000 യൂണിറ്റുകൾ വാങ്ങപ്പെടുമ്പോൾ വീണ്ടും ഒരു 3000 യൂണിറ്റ് വാങ്ങാനുള്ള പണം അവിടെ ലഭിക്കും. സോ 6000 യൂണിറ്റിന്റെ ഈ സെല്ല് എന്ന് പറയുന്നത് വീണ്ടും ഒരു 3000 യൂണിറ്റിലേക്കും, അതുവഴി ഒരു 1500 യൂണിറ്റിലേക്കും, അതുവഴി 750 യൂണിറ്റിലേക്കും, അതുവഴി 375 യൂണിറ്റിലേക്കും, അതുവഴി 187 യൂണിറ്റിലേക്കും, അതുവഴി 93 യൂണിറ്റിലേക്കും, 46, 23, 12, 6, 3, 1, ഇങ്ങനെ 11996 യൂണിറ്റുകൾ സെല്ല് ചെയ്യുന്ന ഒരു മാജിക്കൽ പവർ ഈ അൽഗോരിതത്തിനുണ്ട്. അപ്പോ സെല്ലിംഗ് എന്ന് പറയുന്നത് ഇവിടെ വളരെ പവർഫുൾ ആയിട്ട് നടക്കാൻ പോകുന്ന പ്രോസസ് ആണ് അർത്ഥം. ഇത്രയും യൂണിറ്റ് സെല്ല് ചെയ്യപ്പെടുമ്പോൾ 4,19,860 രൂപ ലാഭമായിട്ട് ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. ഈ പ്രോസസ് നടക്കുമ്പോൾ ഒന്നും പുതിയ യൂണിറ്റ് ഒന്നും തന്നെ മാർക്കറ്റ് പ്ലേസിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നില്ല. അത് മാത്രമല്ല, ഇവിടെ വരുന്ന ഓരോ ട്രേഡേഴ്സും എല്ലാ മാസവും അവരുടെ പേഴ്സണൽ യൂസിന് ഒരു പ്രൊഡക്റ്റ് ഇതേ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് എടുത്തേ പറ്റൂ. അപ്പോൾ 10,000 ട്രേഡർ ഉണ്ടെങ്കിൽ 10,000 യൂണിറ്റ് എല്ലാ മാസവും ഈ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. അതെല്ലാം പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ആളുകളിലേക്ക് എത്തിപ്പോയിക്കൊണ്ടേയിരിക്കും. സോ വളരെ കൃത്യമായ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഓട്ടോമാറ്റിക് സിസ്റ്റം വഴി ഓരോ ട്രേഡേഴ്സിനും കൈ നിറയെ പണം സമ്പാദിക്കാൻ സാധിക്കും. 1000 യൂണിറ്റ് വാങ്ങിയിടുന്ന ഒരു ട്രേഡർ ഉണ്ടെങ്കിൽ 1000 യൂണിറ്റിലെ ഓരോ യൂണിറ്റ്സിനും ഈക്വൽ ആയിട്ട് ഒരു യൂണിറ്റ് സിസ്റ്റം കൊടുക്കുന്നു. അപ്പൊ 2000 യൂണിറ്റിന്റെ ട്രേഡ് നടക്കുന്നു. ഓരോ 2 യൂണിറ്റ് സെല് ചെയ്യുമ്പോഴും 70 രൂപ വെച്ച് കിട്ടാന്ന് വെച്ചാൽ 1000 യൂണിറ്റിന് 70,000 രൂപ അദ്ദേഹത്തിന് ഒരു ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലാഭം കിട്ടുമെന്നർത്ഥം. ഒരു ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലാഭം കിട്ടുമെന്നർത്ഥം. സ്വാഭാവികമായിട്ടും ആ ട്രേഡ് കംപ്ലീറ്റ് ചെയ്യപ്പെടുമ്പോൾ ലാഭം അദ്ദേഹം എടുക്കുന്നു, വീണ്ടും അതേ യൂണിറ്റുകൾ വാങ്ങിയിടുകയാണ്. അപ്പൊ ട്രേഡ് അവിടെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഒരു ട്രഡീഷണൽ ബിസിനസ് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത. 5 ലക്ഷമോ 10 ലക്ഷമോ 1 കോടി രൂപ മുതൽ മുടക്കി നമ്മളൊരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോറിൽ നമ്മുടെ മുതൽ മുടക്കിനനുസരിച്ചുള്ള സ്റ്റോക്ക് തുടക്കത്തിൽ ഉണ്ടാകും. വിൽപ്പന നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റോക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും സ്റ്റോക്ക് ആഡ് ചെയ്യും. വീണ്ടും വിൽപ്പന നടന്നുകൊണ്ടിരിക്കും, വീണ്ടും സ്റ്റോക്ക് ആഡ് ചെയ്യും. അങ്ങനെ എത്ര പ്രാവശ്യം ഈ സ്റ്റോക്കിന്റെ റൊട്ടേഷൻ നടക്കുന്നു, അതാണ് നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത്. ഒരു വർഷം നമ്മൾ എടുത്തു നോക്കുമ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ അത് ചെയ്തു, അത്രയും വേഗത്തിൽ കൂടുതൽ ലാഭത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഈ ഒരു ലോജിക്കാണ് എംപ്രോ ഗോൾഡ് മാർക്കറ്റ് പ്ലേസിലും ഉള്ളത്. നമ്മളുടെ കപ്പാസിറ്റി അത് 100 എണ്ണം വാങ്ങിയിടാനായിരിക്കാം, 500 എണ്ണം വാങ്ങിയിടാനായിരിക്കാം, 1000 എണ്ണം വാങ്ങിയിടാനായിരിക്കാം, ഒരുപക്ഷെ 2 എണ്ണം വാങ്ങിയിടാനായിരിക്കാം.
നമ്മുടെ കപ്പാസിറ്റി എന്താണോ ആ കപ്പാസിറ്റി യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാർക്ക് ഈ ആശയം എത്തിച്ചു കൊടുക്കുക. എത്തിച്ചു കൊടുക്കുമ്പോൾ ഈ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ലെവൽ ഇൻകംസ് എടുക്കാൻ സാധിക്കും, മന്ത്ലി സാലറി എടുക്കാൻ സാധിക്കും, ഗിഫ്റ്റുകൾ എടുക്കാൻ സാധിക്കും. സോ ഇതിനെല്ലാം പറ്റുന്ന രൂപത്തിലാണ് ഈ മാർക്കറ്റ് പ്ലേസ് ഫുഡ് പ്ലസിന്റെ എന്ന സിസ്റ്റം, അച്ചീവേഴ്സ് കിങ്ഡം ഫുഡ്സിന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് സിസ്റ്റം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. വെങ്ങോലയാണ് ഇതിന്റെ രജിസ്റ്റേർഡ് ഓഫീസ്. അതിന്റെ കോൺടാക്ട് അഡ്രസ്സും മറ്റു കാര്യങ്ങളെല്ലാം വെബ്സൈറ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ടാകും. എല്ലാ തരത്തിലുള്ള പ്രൊഡക്റ്റുകളും ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, ഓർഗാനിക് ആണ്. ഈവൻ എംബ്രോ ഗോൾഡ് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് 9 മില്ലറ്റുകളും ബദാമും കാഷ്യൂനട്ടും ചെറുപയറും ബാർലിയും മുതിരയും കപ്പലണ്ടിയും അത് കഴുകി പുഴുങ്ങി ഉണങ്ങി പൊടിച്ച് വറുത്തെടുത്തിരിക്കുകയാണ്. ഒരു ശാസ്ത്രീയമായ കോമ്പിനേഷനാണ് അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ ഐറ്റംസും ചേർക്കേണ്ട ചേരുവയുണ്ട്. അത് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യപ്പെട്ടതാണ്. അതിലൂടെ ലഭിക്കുന്ന നമുക്ക് കിട്ടുന്ന വൈറ്റമിൻസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പോഷക മൂല്യം അത് ടെസ്റ്റഡ് ആണ്, സർട്ടിഫൈഡ് ആണ്. 100% ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആൾക്കാർ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് സംസാരിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. സോ വിശ്വസിക്കാനും പ്രവർത്തിക്കാനും ഈ ആശയത്തിന്റെ പവർ മനസ്സിലാക്കാനും ഈ ആശയത്തിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രസന്റേഷന്റെ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നു. ഈ വീഡിയോ ഇട്ട സുഹൃത്തിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ഇതിന്റെ ആധികാരികമായ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഈ ആശയവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് ലഭിക്കുന്നുണ്ടാകും. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. ഹാവ് എ നൈസ് ഈവനിങ്.